ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്തെറ്റിക് മാസൻട്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയോ ഇൻസ്പയർ ആവുകയോ ചെയ്താലോ. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് കുറേ മെറ്റീരിയൽസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബൊക്കേസാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ. അപ്പം ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടല്ലോ. അപ്പോൾ ഏതൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം അറിയേണ്ടത് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്നാണ്. അപ്പോഴല്ലേ നമുക്ക് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇൻട്രോയിൽ പറഞ്ഞു, മടുപ്പിക്കലാണെന്നറിയാം, പക്ഷെ ഒരു ഫ്ലുവൻസിക്ക് വന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വലിച്ചു നീട്ടാം, നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ബൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും ബൊക്കെ പേപ്പർ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബൊക്കെ പേപ്പർ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെന്നിട്ട് ഒറ്റ ഷെയ്ഡിൻ്റെ ഒരു പാക്കറ്റ് ഫുൾ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുകയാണെന്ന് വെച്ചോ, അത് നമുക്കങ്ങ് ഇരുന്ന് പോകും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വർക്ക് ഉള്ളവരാണ് എങ്കിൽ അതിനെ നമുക്ക് വേറൊരു ഗിഫ്റ്റ് റാപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിൽ വേണം എന്ത് ചെയ്യാൻ, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പേപ്പറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പേപ്പർ നമുക്ക് ഇഷ്ടപ്പെടുകയാണ്. പക്ഷെ നമ്മളെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഏത് പേപ്പറാണോ നിങ്ങൾ എടുക്കുന്നത് ആ പേപ്പർ മൂവിങ് ഉണ്ടോ എന്ന് നോക്കുക. റെഡ്, ബ്ലാക്ക്, വൈറ്റ് ഈ പേപ്പേഴ്സൊക്കെ നമുക്ക് അത്യാവശ്യം മൂവിങ് വരുന്നൊരു പേപ്പേഴ്സാണ്. വൈറ്റ് തീമിലെടുത്താൽ മതി. ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു വയലറ്റ് കളറോ യെല്ലോ കളറോ പേപ്പർ നിങ്ങൾ എടുക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ അതിൽ നിന്ന് 5 പീസോ 10 പീസോ നിങ്ങൾ വാങ്ങിക്കുക. 5 പീസ് വാങ്ങിച്ചാൽ മതി. കാരണം ഒരു ഫുൾ ബൾക്ക് പാക്കറ്റിൽ വരുന്നത് 25 പീസാണ് ബൊക്കെ പേപ്പർ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ആ കാര്യം മനസ്സിലായല്ലോ. ഇത് പേപ്പേഴ്സാണ് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇത് അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ വെറൈറ്റി ആയിട്ട് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാലോ, നമ്മളത് പാക്കിംഗ് പേപ്പറിന് പറ്റുമോ നോക്കി അങ്ങനെ എടുക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പേപ്പർ. പാക്കിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പേപ്പർ. ഓക്കെ. അപ്പോൾ അത് ഒരു ഷെയ്ഡ് ഓഫ്. പിന്നെ അതുപോലെ തന്നെ പണ്ട് ഈ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പേപ്പർ എന്ന് പറയുന്നത്. ഈ പേപ്പർ നമ്മൾ കുറച്ച് ബൾക്കി, അതായത് ഇതുപോലെ ഒരു ഫുൾ സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏതാണ്ട് കഴിഞ്ഞ് ഇത്രയും മാത്രമേ നമുക്ക് മിച്ചമുള്ളൂ. കാരണം ഇത് തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത് 2 എണ്ണം ഇട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് നല്ല ക്ലാസി പേപ്പറാണ്. ഭയങ്കര ഇനി റീസ്റ്റോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു പേപ്പറാണ് ഈ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു മെറ്റീരിയൽ ഒരു ഡിസൈനാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റുകൾ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്സ് വാങ്ങുക. അതും ഒരു വെറൈറ്റിയാണ്. എനിക്ക് കണ്ടിഷ്ടപ്പെട്ട 2-3 ഷെയ്ഡ്സേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി നമ്മളിങ്ങനെ വലിച്ചു വാരി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ട്രെൻഡാണ്. ഓരോ സമയത്തും നമുക്ക് ഓരോ പ്രോഡക്റ്റ് വന്ന് ട്രെൻഡായി പോകും. അപ്പോൾ നമ്മൾ അത്രയും മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഷീറ്റ്സാണ്. ഇതും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. പക്ഷേ ഈ റെഡ് പ്രിൻ്റ് ഉള്ളത് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പഴയ പേപ്പേഴ്സ് എനിക്ക് സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ ഇത് കണ്ടില്ല. ഞാൻ വീഡിയോ കോൾ വഴി എൻ്റെ ഒരു ഫ്രണ്ടിനെ വിട്ട് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ പേപ്പേഴ്സും ഉണ്ട്. അപ്പം പേപ്പേഴ്സാണ് ആദ്യം വേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ബൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു ബേസ് വേണം. ജസ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ലുക്ക് കിട്ടത്തില്ല. ഓപ്ഷണലാണ് നിങ്ങൾക്ക്. ഒന്നുകിൽ ഇതേപോലത്തെ തെർമോകോൾസ്, ഇത് നമ്മൾ വൈറ്റ് ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ തെർമോകോൾസ് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ തെർമോകോൾസ് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അതേപോലെ തന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ
അതേപോലെ തന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ബൊക്കെ സ്പോഞ്ചസ് കിട്ടും. അതൊരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാത്തത് നിങ്ങളെ കാണിക്കാനില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ അതെടുക്കാം. അത് പക്ഷേ ഞാൻ കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് അത് കുറച്ചിങ്ങനെ പൊടി പോലെ, അത് ഇപ്പോൾ കണ്ടോ കയ്യിൽ പൊടിയായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ പൊടിയാവുന്ന ടൈപ്പാണ്. അത് നമുക്ക് കുറച്ച് ഡസ്റ്റി കൈൻഡ് ഓഫ് ചിലപ്പോൾ നമ്മുടെ വർക്കിനെ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം, വിട്ടുപോയതാണ് ആദ്യം ഇൻട്രോയിൽ പറയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അതിനെ പല വേ ഓഫ് തിങ്കിങ്ങിൽ നമ്മൾ ചിന്തിച്ച് നോക്കി വേണം ഒരു സാധനം ഉണ്ടാക്കാൻ. അതേപോലെ നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് അതിൽ കൊടുക്കുക, നമ്മുടെ ഒരു യുണീക്നെസ് അതിൽ കൊടുക്കുക, ആ വർക്കിൽ കൊടുക്കുക. അപ്പോഴാണ് അതിനൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എഫക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാനൊരു കവറിലൊക്കെ ഇട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. കൂടുതലും ഞാൻ ഇങ്ങനെ സോൾഡറിങ് അതിനൊക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്പോഞ്ചസും നിങ്ങൾക്ക് വാങ്ങിക്കാം. അതൊരു 20-25 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. പല കടയിലും പല രീതിക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഫ്ലവേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ഫ്ലവേഴ്സ് വാങ്ങിച്ചു വയ്ക്കാം. ഫ്ലവേഴ്സ് വാങ്ങിച്ചു വെച്ചാലുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബൊക്കേസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വാലൻറ്റൈൻസ് ടൈമിലാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയത്. അപ്പോൾ റെഡും വൈറ്റും ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളറി ഓപ്ഷൻസ് എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാം. മിക്സഡ് ആക്കി അവർ തരും. അത് ഓരോ ഷോപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ സിംഗിൾ പീസായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കുക. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റിക്സ് കിട്ടും. ആ സ്റ്റിക്സ് മേടിച്ച് വെക്കുക. ഈ സ്റ്റിക്സാണ് നമ്മൾ മെയിനായിട്ടും ബൊക്കേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മൂവിങ് ആയിട്ടുള്ളത് ചോക്ലേറ്റ്സ് ആണ്. അപ്പം ഞാൻ ചോക്ലേറ്റ്സും വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചോക്ലേറ്റ്സും വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഹാമ്പേഴ്സിൽ യൂസ് ചെയ്യാം, ബൊക്കയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ബ്ലൂ റോസസ് ആണ്. അപ്പോൾ ഞാൻ ഒരു ഷെയ്ഡിൽ 10 പീസാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഒരു പീസിന് 16 രൂപയാണ് വരുന്നത് സിംഗിൾ പീസായിട്ട് എടുത്താൽ. അല്ലാതെ ഒരു 50, അതായത് ഫുൾ സെറ്റ് ഓഫ് 50 ബോക്സസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പം മൊത്തത്തിൽ 580 ആണ് ആയത്. ഇനി ഈ കാണുന്നത് ബാംബൂ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല സൈസസിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം വാങ്ങുക. ഇനി ഞാനിത് ജസ്റ്റ് വീഡിയോ പർപ്പസിനായത് കൊണ്ടാണ് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാതെ നമ്മുടെ ഫ്ലവർ ബാംബൂ സ്റ്റിക്കിലോട്ട് കുത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഇപ്പം മസ്റ്റായിട്ടും ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് തന്നെ ബാംബൂ സ്റ്റിക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലൊരു 6+7 അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിൽ എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് സെലോ ടേപ്പ് മതി, ഇതേപോലത്തെ സെലോ ടേപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അനങ്ങില്ല. നിങ്ങൾ കെട്ടെന്തെങ്കിലും കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് ഇതുപോലെ സെലോ ടേപ്പ്സ് എന്ത് ചെയ്ത് കൊടുക്കുക, ചുറ്റി കൊടുക്കുക. അപ്പോൾ സെലോ ടേപ്പ് ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇത് അത്രയും സ്ട്രോങ് ആയിട്ടിരുന്നോളും, ഇളകി പോരത്തില്ല. നമുക്ക് മാക്സിമം ഒരു 6-7 അല്ലെങ്കിൽ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഇതെന്ത് ചെയ്ത് കൊടുക്കുക, റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങളൊരു സെലോ ടേപ്പ് ഫുള്ളായിട്ട് വാങ്ങി വയ്ക്കുക. കാരണം സെലോ ടേപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ത്രെഡോ ഗ്ലൂ ഗണ്ണോ ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് ഞാൻ ആദ്യത്തെ മോഡൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റ്സ് എടുക്കുക. അതായത് ഒരു ഷീറ്റിനെ
4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുക. സെൻറ്ററിൽ കട്ട് കൊടുത്തതിന് ശേഷം ഈ ഫ്ലവർ ആ ബൊക്കെ പേപ്പറിൽ വെച്ച് റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബൊക്കെ അതിനകത്ത് ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ കട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നമ്മളിങ്ങനെ കട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള സ്പേസിലും